ഞാൻ എൻ്റെ വണ്ടിക്ക് വേണ്ടി 2 LED ലാംപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 2 എണ്ണം. ഇത് നല്ല ഹൈ പവറിൻ്റെ LED ലാംപ്സ് ആണ്. ഇതിന് 2 എണ്ണം വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ രാത്രിയിലൊക്കെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഡിമ്മ് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്നറിയത്തില്ല. അപ്പം ഇത് 2 എണ്ണം ഫിറ്റ് ചെയ്തിട്ട് അറിയാലോ, ഇത് നല്ല രീതിയിൽ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ആരാണെങ്കിലും ഒന്ന് ഡിമ്മ് തരും. അപ്പോഴിങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാവരും ലാംപ്സ് എല്ലാം ഫിറ്റ് ചെയ്ത് ആർക്കും ഡിമ്മ് കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ വണ്ടിയിൽ വണ്ടി വാങ്ങുമ്പം ഉള്ള സെറ്റിങ്സും സെറ്റപ്പും അല്ലാണ്ട് നമ്മൾ അതിൽ എന്തും എക്സ്ട്രാ പിടിപ്പിച്ചാൽ നമ്മൾക്ക് പോകുന്ന വഴി മൊത്തം പൈസ കൊടുക്കാനേ സമയം കാണത്തുള്ളൂ. അതിനേക്കാളുപരി നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളൊക്കെ പാലിക്കാൻ ആ രാജ്യത്തെ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇതേപോലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ പഴയതുപോലെയല്ല, ക്യാമറ മാത്രമല്ല റോഡിലുള്ളത്. ഇപ്പോൾ വണ്ടികളുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്യാനുള്ള ഡിവൈസുകളും പോലീസുകാർ വെച്ചുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ അറിയാമല്ലോ മറ്റുള്ള ഫൈനും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ കാര്യം ഒരു തീരുമാനമായി. ഇനി ഡിമ്മ് തരാത്തവരുടെ കാര്യം. ചില ആൾക്കാർക്ക് ഈഗോസാണ്, ഞാൻ ആർക്കും ഡിമ്മ് കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കൂട്ടരെന്ന് പറയുന്നത് തുടക്കക്കാർ. അവർ ക്ലച്ച് ചവിട്ടണം, ആക്സിലേറ്റർ ചവിട്ടണം, പിന്നെ ബ്രേക്ക് ചവിട്ടണം, പിന്നെ സ്റ്റിയറിങ് വളയ്ക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഡിമ്മ് കൊടുക്കാൻ ആകെപ്പാടെ വെപ്രാളം. അവരെ നമുക്കങ്ങ് മാറ്റി നിർത്താം. ഇതിനു മുമ്പ് പറഞ്ഞുള്ള കൂട്ടരെ ഞാൻ പറഞ്ഞല്ലോ പിടി വീഴും. പോലീസുകാർ എല്ലാ മുക്കിലും മൂലകളിലും ഇപ്പോൾ രാത്രി പോലും നിൽപ്പുണ്ട്. ഫൈൻ അടിക്കാൻ പാകത്തിന് പൈസയായിട്ട് നമ്മൾ പോകുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ നോക്കുക. നമ്മളുടെ വണ്ടി അറിയാമല്ലോ, ഇപ്പോൾ ഓൺലൈൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നോക്കുക, വണ്ടിയുടെ നമ്പർ അടിച്ച് നോക്കുക, എത്ര ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക്. ഇനി എൻ്റെ വണ്ടിക്ക് മുമ്പിൽ നിന്ന് രാത്രിയിൽ ഏതൊരു വണ്ടി വരികയാണെങ്കിലും എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മായി കൊടുത്തോളും. അതിനുവേണ്ടി ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ചെറിയ ഡിവൈസാണിത്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ഇതുണ്ടോ, ഒരു കൈക്കുള്ളിൽ വെക്കാൻ പാകത്തിനേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏതൊരു വണ്ടി, ബൈക്ക്, കാറ്, ബൈക്കിൻ്റെ ഉള്ളിൽ ഞാൻ പറയാം, അതുകൊണ്ടാണ് ഇത്ര ചെറുതാക്കി ഞാൻ ഡിസൈൻ ചെയ്തത്. ബൈക്കിൻ്റെ ഉള്ളിൽ, ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിൽ ഒതുങ്ങത്തക്ക രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ സെൻസർ. അതേപോലെ തന്നെ ഇതിന് 2 കേബിൾസും ഉണ്ട്. ഹെഡ് ലാമ്പിൽ വരുന്ന കേബിൾ റിമൂവ് ചെയ്യുക, അതായത് ഇതേപോലൊരു കേബിളായിരിക്കും ഹെഡ് ലാമ്പിൽ വരുന്നത്. അത് റിമൂവ് ചെയ്ത് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് പോകുന്ന കേബിൾ എടുത്ത് ഹെഡ് ലാമ്പിൽ കൊടുക്കുക. പിന്നെ ഇതിന് വർക്ക് ചെയ്യാനായിട്ട് വേറെ പവർ സപ്ലൈയുടെ ഒന്നും കാര്യമില്ല. നിങ്ങൾ വേറെ വണ്ടിയുടെ പവർ സപ്ലൈയിൽ നിന്ന് തപ്പി നടക്കണ്ട. പിന്നെ ഒരു സാധാരണക്കാരന് പോലും വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ എൻ്റെ വണ്ടിയുടെ ഹെഡ് ലാമ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ടൂൾ കിറ്റിലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വണ്ടിയുടെ ഹെഡ് ലാമ്പ്, അതായത് മുമ്പശം കാണുന്ന വിസർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഹെഡ് ലാമ്പിൻ്റെ കേബിൾ റിമൂവ് ചെയ്തു. ആ കേബിൾ എടുത്ത് ഞാൻ ഈ ഡിവൈസിൽ കണക്ട് ചെയ്തു. അതിനുശേഷം ഇതിൽ നിന്ന് പോകുന്ന കേബിൾ എടുത്ത് ഹെഡ് ലാമ്പിൽ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് രാത്രിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴെൻ്റെ വണ്ടി ഞാനിവിടെ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഓൺ ചെയ്ത് ബ്രൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഈ ലൈറ്റ് എൻ്റെ വണ്ടിക്ക് നേരെ അടിക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഡിമ്മായി. ഇനി ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. വണ്ടിക്ക് നേരെ ആ ലൈറ്റ് വരുമ്പോഴേക്കും വണ്ടി ഡിമ്മായി തരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വണ്ടിക്ക് നേരെ ഇനിയൊരു വണ്ടി വരികയാണെങ്കിൽ വണ്ടി തന്നെ ഡിമ്മായിക്കോളും. അടുത്തതായിട്ട് ഈ ഡിവൈസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് വളരെ സിമ്പിളാണ്. ഇതിന് വേറെ പവർ സപ്ലൈകളൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലുണ്ട്. ഒന്ന്, ഞാൻ ഇതിന് ഡിലേ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം ഇതിൻ്റെ മുമ്പിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ലൈറ്റ് ഇതിൽ തട്ടി ഇത് സെൻസ് ആവുകയാണെങ്കിൽ ഒരു 2-3 സെക്കൻഡ്സേക്ക് ഇത് ഓൺ കണ്ടീഷനിലായിരിക്കും. അതെന്തിനാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മളുടെ വണ്ടി എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വരണമെന്നില്ല. നമ്മുടെ മുമ്പിൽ നിന്ന് വരുന്ന വണ്ടി കുണ്ടും കുഴിയുള്ള റോഡായിരിക്കാം, അല്ലെങ്കിൽ വളവുകളുണ്ടാകാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ വണ്ടി ഒരു പ്രാവശ്യം സെൻസായി കഴിഞ്ഞാൽ
കുറച്ച് സെക്കൻഡ്സേക്ക് അത് ഡിമ്മിൽ തന്നെ തുടരും. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഈ ഡിവൈസ് ഫിറ്റ് ചെയ്തു. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അതിൻ്റെ ലൈറ്റ് നമ്മളുടെ വണ്ടിയിൽ തട്ടി നമ്മളുടെ വണ്ടി ഡിമ്മായി. ഉടനെ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് വരുന്ന ആളും നമ്മൾക്ക് ഡിമ്മ് തന്നു. അപ്പോൾ നമ്മളുടെ വണ്ടിയിൽ സെൻസറിൽ ലൈറ്റ് കുറഞ്ഞു, സെൻസർ ഓണായി കൊടുക്കുന്നു അല്ലേ? ഓണായി കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടി അതേ ടൈമിൽ ബ്രൈറ്റായി. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇവിടെ ഒരു ഡിലേ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, നമ്മൾക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റാം. അതായത് ഇപ്പം എത്ര ദൂരത്തുനിന്ന് വരുന്ന ലൈറ്റ്സ്, അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര കുറഞ്ഞ അളവിലോ കൂടുതലോ അളവിലോ എങ്ങനെയുള്ള ടൈമിൽ വേണം ഇത് സെൻസ് ആകാമെന്ന് നമ്മൾക്ക് കൂടി നിശ്ചയിക്കാം. അതേപോലെ നമ്മൾക്ക് ഇതിന് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഇത് കാറുകൾക്കാണ്. കാറുകൾക്ക് ഇത് 2 വയ്ക്കുകയാണെങ്കിൽ 2 സൈഡിലെ ഇൻറ്റൻസിറ്റിയും ആംഗിളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ച് ചെയ്യാം. അതായത് ഓപ്പോസിറ്റ് ഒരു വണ്ടി ദൂരത്തുനിന്ന് വരികയാണെങ്കിൽ ആദ്യം നമ്മുടെ 2 ലൈറ്റ്സും ഓഫായി കൊടുക്കുന്നു. ആ വണ്ടിക്കാരന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ആ വണ്ടി അടുത്ത് വരുന്നതോടുകൂടി നമ്മുടെ ലെഫ്റ്റിലെ സെൻസറിൽ ലൈറ്റ് കുറവായി വരികയും അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ഓണായി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നുമില്ല, ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അതായത് നമ്മൾക്ക് ലെഫ്റ്റ് സൈഡ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ അടുത്തെത്തിയ വണ്ടിക്കാരന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുകയുമില്ല. അടുത്തത് നിങ്ങൾക്കുള്ള സംശയമായിരിക്കും ഇതെവിടെ കിട്ടുമെന്ന്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പണൻസും അതുപോലെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ വെച്ച് നമ്മൾക്ക് അത്യാവശ്യം സോൾഡറിങ് ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇതിന് എത്ര രൂപ ചിലവാകും. ഇതിന് 100 രൂപയിൽ താഴെ മാത്രമേ ചിലവാകത്തുള്ളൂ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ. കാറിനാണെങ്കിൽ 2 വേണം, ഓരോ ലൈറ്റ്സിനും ഓരോന്ന്. അതല്ല ഇനി നിങ്ങൾക്ക് സോൾഡറിങ് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു 50 രൂപ കൊടുക്കുകയാണെങ്കിൽ 150 രൂപ ചിലവ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർക്യൂട്ടും വർക്കിംഗ് പ്രിൻസിപ്പിളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു സാധാരണക്കാരന് പോലും എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തായിട്ട്. അപ്പോഴേ എല്ലാവരും ആ വീഡിയോ കാണുക, എല്ലാവരും ഇതുണ്ടാക്കി അവരവരുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ. ഈ ഡിവൈസ് എന്തെങ്കിലും കാരണവശാൽ ഇത് ഇലക്ട്രോണിക് സാധനങ്ങളാണല്ലോ, എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് ആകുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇത് നിങ്ങൾ ഫ്രഷായിട്ട്, അതായത് വർക്കിംഗ് കണ്ടീഷനിൽ ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ വണ്ടിയിൽ മാനുവൽ മോഡും കൂടി വർക്കാവുന്നതായിരിക്കും. മാനുവൽ മോഡിനോ നോർമലായിട്ടുള്ള വർക്കിങ്ങിനോ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ച് ഇതെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൂടി ഇത് ഫുള്ള് ഓഫ്ലൈനായിട്ട് വർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈറ്റിന് യാതൊരുവിധ, അതായത് രാത്രി പെട്ടെന്ന് ഇതിനെന്ത് സംഭവിച്ച് റോഡിൽ കിടക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോഴെല്ലാവരും അടുത്ത വീഡിയോ കാണുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ എനേബിൾ കൂടി ചെയ്യുക.